കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം രാവിലെ 4 മണിയോടുകൂടി മലർനിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു. മുഖമണ്ഡപത്തിൽ ആ നെയ്വിളക്കുകളെല്ലാം നല്ല ശോഭയോടുകൂടി കത്തുന്നുണ്ട്. നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനതാ ശ്രീലകത്ത് പുഞ്ചിരിച്ച് നിൽക്കുകയാണ്. തൻ്റെ ഭക്തന്മാരെ എല്ലാവരെയും കാണാനായി കാത്തിരിക്കുകയാണ്. ആ ഉണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട്. ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. മാറത്ത് ഒരു സ്വർണ്ണത്തിലകവും 2 സ്വർണ്ണമാലകളും ചാർത്തിയിരിക്കുന്നു. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് ഒരു പീതാംബരപ്പൊട്ട് ഞുറിഞ്ഞെടുത്തിട്ടുണ്ട്. കയ്യിൽ ഓടക്കുഴൽ പിടിച്ചു നിൽക്കുന്നു. സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിമേൽ 2 തിരുമുടിമാലകളും 2 വനമാലകളും ചാർത്തിയിരിക്കുന്നു. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ തൂമന്ദഹാസം കണ്ട് ഭക്തജനങ്ങളെല്ലാവരും നാരായണനാമവും ചൊല്ലി ആ സോപാനപ്പടിയുടെ അടുത്തേക്ക് ഓടി വന്ന് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണു, പ്രാർത്ഥിക്കണു. കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണു. ആ പൊന്നുണ്ണിക്കണ്ണനെ, പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് കയ്യിൽ ഓടക്കുഴലും പിടിച്ചു നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനൊന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് ഒന്ന് താലോലിച്ച് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കാം, പ്രാർത്ഥിക്കാം. ആ കണ്ണൻ നമ്മുടെ ഒപ്പം എപ്പോഴും ഒരു തണലായി ഉണ്ടാവുന്നതാണ്. ഏത് സമയത്തും നമ്മളെ സംരക്ഷിക്കാൻ ആ കണ്ണൻ്റെ കൈയുണ്ടാകും. ഉറച്ച വിശ്വാസത്തോടു കൂടി ആ കണ്ണൻ്റെ നാമങ്ങൾ ചൊല്ലിക്കോളൂ. നാരായണ 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 നാരായണ. പരമമായ സത്യം അതൊന്നു മാത്രം, അത് ശ്രീ ഗുരുവായൂരപ്പനാണ്. ആ ശ്രീ ഗുരുവായൂരപ്പനെ അകമഴിഞ്ഞ് സ്നേഹിച്ച് പ്രാർത്ഥിച്ച് ആ കണ്ണനെ നാമങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ ആ കണ്ണൻ നമ്മുടെ അടുത്ത് വരും, അത് ഉറപ്പാണ്. ക്ഷേത്രത്തിലേക്ക് വരുവാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മളെ വീട്ടിലിരുന്ന് ജപിച്ചാലും മതി, കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി വരും. കണ്ണൻ ഭക്തവത്സലനാണ്. ആ കണ്ണൻ്റെ സാമീപ്യം നമുക്ക് പല സമയത്തും അനുഭവപ്പെടുവാൻ പറ്റും. അപ്പോൾ ആ കണ്ണനെ ആത്മാർത്ഥമായി നാമങ്ങൾ ചൊല്ലുക, പ്രാർത്ഥിക്കുക. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. ഈ നാമത്രയ മന്ത്രം എല്ലാവർക്കും ജപിക്കാട്ടോ. ഏത് സമയത്തും ജപിക്കാം. അത്യുത്കൃഷ്ടമായ മന്ത്രമാണ്. ഋഷീശ്വരന്മാർ കൈമാറി തന്ന ആ മന്ത്രങ്ങൾ എല്ലാവരും ജപിച്ചോളൂ. നമുക്ക് നല്ലതേ വരൂ, നമ്മുടെ കുടുംബത്തിന് നല്ലതേ വരൂ, നമ്മുടെ സന്തതി പരമ്പരകൾക്കെല്ലാം നല്ലതേ വരൂ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ.